അതായത് അപ്പച്ചനാണ് എനിക്കുണ്ടായത്. കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അതോടുകൂടി ഞാനും ബിന്ദുവും കൊച്ചു അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് മാറിയത്. അങ്ങനെ വില്ലന്റെ രംഗപ്രവേശനത്തിൽ വീട്ടിലൊരാളും ഇല്ല, കൊച്ചുകളും മാത്രമേ ഉള്ളൂ. പിന്നെ തുടരെ വന്നു തുടങ്ങി. വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിന്റെ വൈഫിനെയും കൊച്ചിനെയും ഒട്ടടാ പോയേക്കണേ. അപ്പോഴേക്ക് ഒരു മനുഷ്യനല്ലേ ഞാൻ മാനസികോട് തകർന്നു. ഞാൻ തകർന്ന സൈറ്റിൽ കരച്ചിലായി. താക്കോലെടുത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അലമാരി ഉടുപ്പൊക്കെ വലിച്ചു വാരിയിട്ടേക്കണ് കൊച്ചു വില്ല തള്ളേന്. ഒരു മനുഷ്യന്റെ കിളി പോകാൻ ഇത് ധാരാളമാണ്. ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്നൊരു ദ്വീപിലി, കുമ്പളങ്ങി തന്നെ നാരങ്ങത്തറ എന്ന് പറഞ്ഞൊരു ദ്വീപിലി മോളെ കൊച്ചിനെ ഉപേക്ഷിച്ച്. ഒരച്ഛൻ ക്ഷമിക്കണല്ലേ, ഒരച്ഛൻ്റെ അവസ്ഥയാണ്. പാണന്മാര് പാടി കിടക്കണ പോലെയാണ് ആൾക്കാർ പാടി കിടക്കുന്നത്. ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കള് കാറ് വിളിച്ചവനത് എന്താണ് മോനെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ ബിന്ദു ചാക്കോ എന്നുള്ള എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 14 ദിവസം അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി. എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ മരിക്കുന്ന മുമ്പ് സ്വമേധയാ പരാതി കൊടുത്തതിന്റെ കോപ്പി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവള് ആത്മഹത്യ ചെയ്തു. സുഹൃത്തുക്കളെ, എൻ്റെ മോളെ ഞാൻ 1 മാസത്തോളം നോക്കി. തിരുവല്ല കല്ലുപ്പാറ പൊതുശ്മശാനത്താണ് അടക്കം ചെയ്തത്. അവിടെയാണ് അടക്കം ചെയ്തത്. അതിനുശേഷം എൻ്റെ വീടങ്ങോട്ട് ഉറങ്ങി. മൂത്തേച്ച് വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ മോളെ കൊണ്ടുപോയിക്കോളാം, രാജു ഇപ്പൊ പെൺകുട്ടി കൂടി അല്ല ഞങ്ങൾ വളർത്തിക്കോളാം. അങ്ങനെ 6 വയസ്സുള്ളപ്പ എന്റെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോകും.